നവീകരിച്ച ഏലപ്പാറ ബദനി ഹോളിസ്റ്റിക് റീട്രീറ്റ് സെന്ററിന്റെ കൂദാശ 17 ശനിയാഴ്ച നടക്കും. മലയോരത്തിന്റെ മനോഹാരിതയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഹൈറേഞ്ച് പ്രദേശമാണ് ഏലപ്പാറ. സമുദ്രനിരപ്പിൽ നിന്ന് 1000-ലധികം മീറ്റർ ഉയരത്തിലുള്ള വളരെ വിശാലവും നിബിഡവുമായ ഈ പ്രദേശത്തിന് ഭൂപ്രകൃതിപരമായി ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. 192 ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള പഞ്ചായത്തിനെ കാത്തുസൂക്ഷിക്കുന്ന സഹ്യസാനുക്കളിലെ ഏറ്റവും ഉയർന്ന അണ്ണൻതമ്പി മലകളും ജലാശയങ്ങളും, തണുപ്പുകൊണ്ട് വേനലിൽ പോലും താടിയിടിക്കുന്ന വാഗമൺ പ്രദേശങ്ങളും, കോലാഹലമേട്ടിലെ അതിവിശാലമായ മൊട്ടക്കുന്നുകളും, മഞ്ഞുമൂടിയ മലഞ്ചെരുവുകളും, പ്രകൃതിയുടെ വരദാനമായ നീരുറവകളും, വെടിക്കുഴി ഏലപ്പാറ അരുവികളും, വളഞ്ഞു പുളഞ്ഞ് ഇഴഞ്ഞു നീങ്ങുന്ന റോഡുകളും എല്ലാം കൂടിക്കലർന്ന പ്രകൃതി സൗന്ദര്യത്തിന്റെ പറുദീസയാണിവിടെ. ഈ നാട്ടിൽ വന്ന് അനേകം ആളുകൾക്ക് വാത്സല്യ പിതാവായി, ഈ നാടിന്റെ പ്രിയപ്പെട്ടവനായി സഭാപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഭംഗിയായി നടത്തിയ വന്ധ്യ തോമസ് റമ്പാച്ചന്റെ ആഗ്രഹം പോലെ ഏലപ്പാറ കിഴക്കേ ചെമ്മണ്ണിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു ശാന്തമായ ഇടമാണ് ബദനി ഹോളിസ്റ്റിക് റീട്രീറ്റ് സെന്റർ. ദൈനംദിന ജീവിതത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് സമാധാനപരമായ വിശ്രമവും പുനരുജ്ജീവനവും നൽകുന്ന ശാന്തമായ ഇടം ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബദനി ആശ്രമത്തിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും പരിപോഷിപ്പിക്കുന്ന ഒരു സമഗ്രമായ അനുഭവം നൽകുന്നതിനായി റീട്രീറ്റ് സെന്റർ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിഥികൾക്ക് പരമാവധി പിന്തുണ നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇവിടുത്തെ ടീം പ്രതിജ്ഞാബദ്ധരാണ്. ഇവിടുത്തെ പ്രോഗ്രാമുകളും സേവനങ്ങളും സഭാവിശ്വാസികൾക്ക് അനുഗ്രഹവും പ്രയോജനവുമാണ്. ബദനി ആശ്രമത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന റീട്രീറ്റ് സെന്ററിൽ ധ്യാനം, യോഗ സെഷനുകൾ, പ്രകൃതി നടത്തം, ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ആരോഗ്യകരമായ ഭക്ഷണം, ക്ഷേമ വർക്ക്ഷോപ്പുകൾ, ആത്മീയ മാർഗനിർദ്ദേശം, കൗൺസിലിംഗ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. താമസ സൗകര്യമായി ബാത്റൂമുകളോട് കൂടിയ സ്വകാര്യ മുറികളും പോഷക ഗുണമുള്ള ഭക്ഷണവും ലഭ്യമാകും. ഒരു പരിവർത്തന അനുഭവത്തിനായി ബദനി ഹോളിസ്റ്റിക് റീട്രീറ്റ് സെന്ററിൽ സ്ലോട്ട് ബുക്ക് ചെയ്യുകയും സമഗ്രമായ ക്ഷേമത്തിന്റെ ഗുണങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം. കൂദാശയുടെ ഭാഗമായി രാവിലെ 7 മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് തോമസ് റമ്പാച്ചൻ വിശുദ്ധ കുർബാനയും അർപ്പിക്കും. ഉച്ചയ്ക്ക് ഇടുക്കി ഭദ്രാസന മെത്രാപ്പോലിത്ത സക്കറിയാസ് മാർ സേവോറിയസ് തിരുമേനിയുടെയും ആശ്രമ അംഗം മാത്യൂസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെയും റമ്പാച്ചന്മാരുടെയും വൈദിക ശ്രേഷ്ഠരുടെയും സഹകാർമ്മികത്വത്തിൽ നവീകരിച്ച മന്ദിരത്തിന്റെ കൂദാശ നടക്കും.